ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കി വെക്കണം കേട്ടോ. അതുപോലെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, നന്ദിയുണ്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത്, എല്ലാവരുടെ അടുത്തും. എന്നെ അറിയാത്ത ഞാൻ അറിയാത്ത എൻ്റെ കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഫാമിലി ആയത്. അതുപോലെ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയും തുടർന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നോ ഞാനൊരു യൂട്യൂബർ ആവുമെന്നോ അതിലേക്ക് എൻ്റെ വീട്ടുവിശേഷങ്ങളിടുമെന്നോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യമായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ഇതിലേക്ക് വന്ന് എത്തപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. കാരണം ഒത്തിരി യൂട്യൂബേഴ്സിൻ്റെ വ്ളോഗ് കാണുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ. തുടക്കം മുതൽ നമ്മുടെ ഹെൽന ചേച്ചി അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ, മലയാളി മുംബൈ ഹെൽന. അപ്പോൾ ചേച്ചിയുടെ ചാനലാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നത്. അതുപോലെ ഹെൽപ്പ് മീ ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനലുണ്ടായിരുന്നു, ഡെൻസി അങ്ങനെ എന്തോ ചേച്ചിയുടെ പേര്. ഇപ്പോൾ ഒത്തിരി വർഷമായിട്ടോ കണ്ടിട്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ ആദ്യം കണ്ടു തുടങ്ങിയ ചാനൽ. അതായത് നമുക്കിതുപോലൊരു സ്മാർട്ട് ഫോൺ കിട്ടുമ്പോഴത്തേക്ക് അങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുള്ളൊരു ചാനൽ ഇതൊക്കെയായിരുന്നു. പിന്നെ കുറേ ഉണ്ട്, അതിൻ്റെയൊക്കെ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ കണ്ട് എന്താ പറയേണ്ടത്, ഇപ്പോൾ എനിക്കും ഇങ്ങനെ തുടങ്ങിയാൽ എന്താ എന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലായിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും 2 വർഷത്തിൽ കൂടുതലായി നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ കുഴപ്പമില്ല, എന്നാലും 10,000 പേര് എനിക്ക് കിട്ടിയല്ലോ. അത്രയും എൻ്റെ പുതിയ കൂട്ടുകാർ ഇനിയും വരുന്നുണ്ട് കേട്ടോ. ഇതുവരെയുള്ള കൂട്ടുകാരെ പറ്റിയാണ് പറയുന്നത്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 2 ദിവസമായിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ, 10,000 പേര് ആവുന്നുണ്ടോ. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും, വീണ്ടും കൂടും, വീണ്ടും കുറയും, അങ്ങനെ നിൽക്കുമായിരുന്നു. ഇപ്പം നമ്മൾ 10,000 പിന്നിട്ടു. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം കേട്ടോ. 2 ദിവസം അവധി ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ കൊച്ച് ഹോംവർക്ക് എഴുതുകയോ പുസ്തകം തുറന്ന് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ആൾ. അപ്പോൾ ചെറിയ പനിയുടെയും ചുമയുടെയൊക്കെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നിർബന്ധിക്കാതിരുന്നത്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇന്നത്തെ ടൈം ടേബിൾ നോക്കിയപ്പോഴത്തേക്കും അതിൽ മാത്സ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അതിൻ്റെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഹോംവർക്ക് ആൾ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് ആൾ ചെയ്യാനിരുന്നത്. ഇല്ലെങ്കിൽ അതും മടക്കി വെച്ചിട്ട് അങ്ങ് സ്കൂളിലേക്ക് പോയേനായിരുന്നു. അങ്ങനെ രാവിലെ കൊച്ചിനെയും പറഞ്ഞയച്ചു. രാവിലത്തെ കാപ്പി ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇന്നും അക്ഷയയിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാൻ ഇന്നും അക്ഷയയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് എരിശ്ശേരിയാണ്. എരിശ്ശേരി ഉണ്ടാക്കിയിട്ടും ഒത്തിരി നാളായി. അതുകൊണ്ട് നമ്മളിന്ന് എരിശ്ശേരി ഉണ്ടാക്കുന്നു. ഈ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് ഈ ചെറുപയർ എടുക്കുന്നതെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ചെറുപയർ വെച്ച് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം. കാരണം വൻപയർ ഇരിപ്പില്ല, അതുകൊണ്ട് ഞാൻ ചെറുപയർ എടുത്തതാണ് കേട്ടോ. രണ്ടായാലും പയറല്ലേ, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മതിയല്ലോ എന്ന് എഴുതിയിട്ട് ചെറുപയറും കൂടെ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറിയിൽ ഞാൻ എടുത്തിട്ടുള്ളത് എടുത്തിട്ടുണ്ട്, കുറച്ച് കപ്പയ്ക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പയ്ക്ക കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതൊക്കെ നമുക്ക് എരിശ്ശേരിയിൽ ഇടാം. മത്തങ്ങ മാത്രം വെച്ചിട്ടല്ല കേട്ടോ എരിശ്ശേരി ഉണ്ടാക്കുന്നത്. പച്ചക്കായ ഇടാം, നേന്ത്രക്കായ ഉണ്ടെങ്കിൽ നേന്ത്രക്കായ ഇടാം. ഞാനിപ്പോൾ നമ്മുടെ പച്ചക്കറി കിടക്കുന്ന പൊന്തങ്കായ ഉണ്ടല്ലോ, അതാണ് ഇട്ടിരിക്കുന്നത്. ഒക്കെ പച്ചക്കറി കഷ്ണങ്ങൾ ഇടുക. പിന്നെ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും നമ്മൾ കഴുകി എടുത്തിട്ടുള്ള പയറും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. വൻപയറാണെങ്കിൽ ഒന്ന് കുതിർത്ത് ചേർക്കുന്നതാവും നല്ലത്, കാരണം വേകാനായിട്ട് ഒരു ഇച്ചിരി പാടുണ്ടല്ലോ. അതുകൊണ്ട് ഇത് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതൊന്നുമില്ല, അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്ത് കഴുകിയിട്ട് കേട്ടോ. പിന്നെ അത് അടച്ച് വെച്ച് കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്.
കുറച്ചധികം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിൽ കേട്ടോ. വേറെ ഒന്നുമല്ല, കുക്കർ കുറച്ച് കംപ്ലൈൻ്റ് ആണ്. വെള്ളം എത്ര വറ്റിപ്പോയാലും വിസിലൊന്നും അടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കരിയണ്ടെന്ന് കരുതിയിട്ട് പല അബദ്ധവും അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഇങ്ങനെ തിളച്ച് തൂകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ കുക്കറിൽ എന്ത് വെച്ചാലും ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും വെള്ളം പുറത്തോട്ട് തിളച്ച് പോകത്തില്ല. പിന്നെ അതേ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോവയ്ക്കയും നമ്മൾ കറി വെച്ചിട്ടൊക്കെ കുറച്ച് നാളായി. അതുകൊണ്ട് കുറച്ച് കോവയ്ക്കയുണ്ട്. അത് ഞാൻ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുകയാണേ. ഇന്ന് ചെറിയ വെയിലും അതുപോലെ ചെറിയ ചാറ്റൽ മഴയും ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റുള്ളൊരു കാലാവസ്ഥയാട്ടോ. വൃശ്ചികക്കാറ്റുണ്ടല്ലോ, വൃശ്ചിക സമയത്തുണ്ടാകുന്ന ആ കാറ്റ്, അതും ഉള്ളൊരു കാലാവസ്ഥയാണ്. അപ്പം നല്ലൊരു അന്തരീക്ഷമാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടേ. കഴിഞ്ഞ വീഡിയോ അധികം അങ്ങോട്ട് ഓടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ലൈക്കൊക്കെ കുറവാണ്. അതിന് എന്തായാലും ലൈക്ക് അടിക്കുക. അതുപോലെ കഴിഞ്ഞ വ്ളോഗ് കാണാൻ ഇനിയും ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടേക്കണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആ വീഡിയോ അങ്ങോട്ട് പോയിട്ടില്ല, മുമ്പോട്ട് ഓടിയിട്ടില്ല. അതുകൊണ്ട് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാണാത്തവരെടുത്ത് പറഞ്ഞത്, കണ്ടവരെടുത്തല്ല, കാണാത്ത ആളുകൾ നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും 2 വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഈ കോവയ്ക്കയിൽ 2-3 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഒരു സവോളയും കൂടെ കുത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കോവയ്ക്കയിൽ വെള്ളം ഒഴിക്കരുത്, അതിലൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിലിരുന്ന് അത് നന്നായിട്ട് മൊരിഞ്ഞ് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ് ഈ കോവയ്ക്ക മെഴുക്കുരട്ടി. ഞാൻ സാധാരണ അങ്ങനെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ വട്ടത്തിനങ്ങ് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. എന്ത് തോന്നിയിട്ട് അങ്ങനെ അരിഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നീളത്തിന് അരിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇതിപ്പോൾ എന്തായാലും അങ്ങനെ അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി അങ്ങ് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് അരപ്പിന് തേങ്ങ, ജീരകം, 2-3 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് സവോള ഞാനൊന്ന് നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് കറുക്കർ അത്രയും മതി കേട്ടോ. അതിനപ്പുറം വേണ്ട. ഒന്ന് ചതഞ്ഞ് വന്നാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്ക ഒന്ന് ആവിയൊക്കെ കയറി ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ കൂടെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. വെള്ളം ഒഴിക്കരുത്. ഇതുപോലെ ഒന്ന് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി തീ നമ്മൾ ഏറ്റവും കുറച്ച് വേണം ഇടാനായിട്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നല്ലതുപോലെ വെന്ത് കിട്ടും. എല്ലാ വശവും ഒന്ന് വെന്ത് കിട്ടും, പാകത്തിന് കിട്ടും. അപ്പോൾ നമ്മുടെ എരിശ്ശേരിയിൽ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചുകൂടി വെള്ളം പോലെ കിടക്കുന്നുണ്ടെങ്കിലും നമ്മത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും സെറ്റാവും കേട്ടോ. അപ്പോൾ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ എല്ലാം ഉടച്ചു കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ചിലത് അങ്ങനെ തന്നെ കിടക്കട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി ആ ഒരു തേങ്ങയുടെ ആ ഒരു പച്ച ചൊവയൊക്കെ വിട്ടുമാറിയതിന് ശേഷം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുക് താളിക്കണം. കടുകും വറ്റൽമുളകും കുറച്ച് ഉള്ളിയും അതുപോലെ 1 സ്പൂൺ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ എരിശ്ശേരിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെറുപയർ ഇട്ടിട്ടുള്ള എരിശ്ശേരി അവിടെ റെഡിയാണ് കേട്ടോ. നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാൻ ചേമ്പ്, ചേന, അതുപോലെ കപ്പയ്ക്ക, നമ്മുടെ ചീനി ഉണ്ടല്ലോ, ചീനി എല്ലാം വെച്ചിട്ടും എരിശ്ശേരി ഉണ്ടാക്കാം. അത് പച്ചക്കറിയിൽ ഈ ഒരു മത്തങ്ങ മാത്രം വെച്ചിട്ട് അല്ല കേട്ടോ, എല്ലാം വെച്ചിട്ട് ചെയ്യാം. അതിൽ ക്യാരറ്റ് ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എന്തായാലും മിക്സാക്കി വെച്ച് കഴിക്കാൻ താല്പര്യമുള്ളവർ വെച്ച് കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ നമ്മുടെ എരിശ്ശേരി അവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കുക, അങ്ങ് അടച്ച് വെക്കുക. ഞാനാണെങ്കിൽ ഈ വറുക്കുന്നതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഈ പച്ച കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണമാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കറിവേപ്പില അല്ലാതെ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോവയ്ക്ക മെഴുക്കുരട്ടി ഇവിടെ ആവിയൊക്കെ കയറി സെറ്റായി വരുന്നുണ്ട് കേട്ടോ. എത്രത്തോളം നമ്മൾ തീയിലിടാമോ അത്രത്തോളം ഇത് മൊരിഞ്ഞ് വരും. പിന്നെ കുറച്ച് ഉണക്കമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ 20 രൂപ പാക്കറ്റിൻ്റെ. അപ്പോൾ അതിൽ ഒരു കഷ്ണം മീൻ മതി. കാരണം ഇവിടെ ഞാനും അനിയത്തിയും മാത്രമാണ് ഉണക്കമീൻ കഴിക്കുന്നത്. പാപ്പ കഴിക്കുമായിരുന്നു, പക്ഷേ പാപ്പക്ക് BP യുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഉണക്കമീൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് കുതിർന്ന് വന്നപ്പോൾ അതിൻ്റെ നമ്മുടെ ആ വേസ്റ്റൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞ് അതും കട്ട് ചെയ്തിട്ടു, കഴുകി വൃത്തിയാക്കി എടുത്തു. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലേശം ഉപ്പ്, അതിൽ കാരണം ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഒന്ന് പുരട്ടി അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ്. പിന്നെ മത്തിയായിരുന്നു മീൻ ഞാൻ മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ പച്ചയല്ല, ഒരു ഇച്ചിരി ഒന്ന് പഴുത്ത് വരുന്ന മാങ്ങയായിരുന്നു. എന്നാലും മാങ്ങ ഇട്ടിട്ട് മത്തി കറിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇതാണ് കേട്ടോ. ചെറുപയർ വെച്ചിട്ടുള്ള എരിശ്ശേരി, ഉണക്കമീൻ,
നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി. എരിശ്ശേരിയുടെ കൂടെ മറ്റ് കറികളൊന്നും വേണ്ട, സത്യത്തിൽ എരിശ്ശേരി മാത്രം മതി. എരിശ്ശേരി ചുമ്മാ നമുക്കിങ്ങനെ കോരിയിട്ടിട്ട് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണല്ലേ. കുറച്ച് നെയ്യും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സദ്യയുടെ കൂടെയൊക്കെ ആണെങ്കിൽ കുറച്ച് നെയ്യും കൂടെയൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതേ ഞാൻ ഇച്ചിരി മീൻ ചാറും എടുത്തിട്ടുണ്ട്, മാങ്ങ വെച്ചിട്ടുള്ളത്. മീൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഉണക്കമീൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നാളെ കാണാം. അസ്സലാമു അലൈക്കും.